കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സിയാദ് എന്ന യുവാവ് മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത് മർദ്ദിച്ചതിനെ തുടർന്നാണ് സിയാദ് മരിച്ചത് എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സിയാദിനെ പോലീസ് ജീപ്പിൽ വെച്ച് ശ്രീജിത്ത് മർദ്ദിച്ചിരുന്നുവെന്ന് ആ കേസിലെ പരാതിക്കാരിയും സ്ഥിരീകരിച്ചു. സിയാദിനെ മർദ്ദിക്കുമ്പോൾ താനും ജീപ്പിൽ ഉണ്ടായിരുന്നതായി പരാതിക്കാരി പറഞ്ഞു. അന്ന് സാറാ ഇടിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ എന്റെ പപ്പ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാണ്. കുണ്ട്രയിൽ മരിച്ച സിയാദ് എന്ന 36-കാരന്റെ മകളുടെ ശബ്ദരേഖയാണിത്. സിയാദിനെ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന ശ്രീജിത്ത് എന്ന പോലീസുകാരനോടാണ് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. നെഞ്ചുപൊട്ടി മാത്രമേ ആ ശബ്ദ സന്ദേശം നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ജൂൺ 16-ാം തീയതിയാണ് സിയാദിനെ പോലീസ് പിടികൂടുന്നത്. സമീപവാസിയായിട്ടുള്ള ഒരു 13-കാരനെ കണ്ടില്ല. ആ 13-കാരനെ തട്ടിക്കൊണ്ടുപോയത് സിയാദാണ് എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സിയാദിനെ കസ്റ്റഡി എടുക്കുന്നത്. അടിച്ച് വണ്ടിക്കകത്തിട്ട് അടിച്ചപ്പോൾ സിയാദ് പറഞ്ഞ അടി സാറ് ശ്രീജിത്ത് സാറ് അനിയന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അവൻ എവിടെ, കൊച്ചെവിടെ എന്നൊക്കെ ചോദിച്ചോണ്ടാണ് അടിക്കുന്നത്. ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു. പോലീസ് ജീപ്പിൽ വെച്ച് സിയാദിനെ ശ്രീജിത്ത് മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രധാന ആരോപണം. ആ മർദ്ദനത്തിന്റെ ബാക്കി പത്രമായി വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് സിയാദ് മരണത്തിന് കീഴടങ്ങിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പോലീസുകാർ പിടിച്ചോണ്ടുപോയി, ഇടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ദേഹം മൊത്തം വേദന, പിന്നെ ചുമയായ, ശ്വാസം മുട്ടായി. സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കുണ്ട്രയിൽ അരങ്ങേറിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുണ്ട്ര പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മുൻ മന്ത്രിമാരായിട്ടുള്ള കെ.എൻ. ബാലഗോപാൽ, ജെ. മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള ആൾക്കാരെത്തി. ഹാബിച്വലായിട്ട് ഇങ്ങനൊരു ക്രിമിനൽ സ്വഭാവമുള്ള ആളൊന്നും പോലീസിലുണ്ടാവുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നടപടി കാണിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. PC വിഷ്ണുനാഥ് സിയാദിന്റെ മാതാപിതാക്കളെ വീട്ടിലെത്തി സന്ദർശിച്ചു. നമ്മൾ വന്നപ്പോഴേ മാറ്റി. അയാളെ വെച്ചു പറപ്പിക്കാൻ പറ്റുന്ന ഒരുത്തനായിരുന്നില്ല. നിഷ്പക്ഷമായ നീതിപൂർവമായ അന്വേഷണം നടത്തട്ടെ, സത്യം പുറത്തു വരും. ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്നത് കുണ്ട്രയിൽ നേരത്തെ ഉണ്ടായിരുന്ന SI അതുൽ, അതുപോലെ തന്നെ കുണ്ട്രയിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശ്രീജിത്ത്. ഈ രണ്ടുപേർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്യണം, അതുലിനെ സസ്പെൻഡ് ചെയ്യണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്, പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. എന്തായാലും സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.